ഹായ് എല്ലാവർക്കും നമസ്കാരം. വലിയൊരു സന്തോഷം നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളുടെ ചാനൽ അങ്ങനെ 5000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇത് ഇത്രയും സന്തോഷം വരുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ചാനൽ തുടങ്ങുമ്പോൾ ഇങ്ങനെ കുറെ പേര് ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്നോ അല്ലെങ്കിൽ ഇതൊരു വ്ളോഗിങ് ചാനലായിട്ട് മാറും എന്നുള്ളൊരു ചിന്തയൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ യൂട്യൂബ് തുടങ്ങുന്നതിന്റെ ഒരു കാരണം തന്നെ ബേസിക്കലി കുറെ പേരെങ്കിലും നമ്മളോട് ചോദിക്കാറുണ്ട് കൺസൾട്ടേഷൻ ഒക്കെ പോകുമ്പോൾ. കാരണം 12 വർഷമായി ഫംഗ്ഷൻ കൺസൾട്ടേഷൻസ് ചെയ്യുന്നു. അപ്പോൾ കൺസൾട്ടേഷൻ തീരുമാനം ചോദിക്കും, സാറിന്റെ എന്ത് വീഡിയോ ഒന്നും കാണാറില്ലല്ലോ യൂട്യൂബില് അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊന്നും കാണാറില്ലെന്ന് പറയും. അപ്പൊ ഞാനത് ചെയ്യാണ്ടിരുന്നത് ബേസിക്കലി എന്റെ വിചാരം നമ്മൾ യൂട്യൂബൊക്കെ ചെയ്തിടുന്നത് പരസ്യത്തിന് വേണ്ടിയിട്ടാണ്, അങ്ങനെ കൂടുതൽ വർക്കുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ ആവശ്യകത എനിക്കില്ല എന്നുള്ള ധാരണയിലാണ് ഞാൻ ചെയ്യാത്തത്. പക്ഷെ പലപ്പോഴെങ്കിലും പലരുടെയും ചോദ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, അവര് അറിവിന്റെ, അത് ഏത് പ്രൊഫഷൻ ആയിക്കോട്ടെ കേട്ടോ, ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് ഫംഗ്ഷൻ. നമ്മളുടെ എന്ത് പ്രൊഫഷൻ ആണെങ്കിലും അതിലെ അറിവിന്റെ ഒരു പാരാമീറ്റർ ആയിട്ട് ഇന്ന് ആളുകൾ കാണുന്നത് യൂട്യൂബ് വീഡിയോസിനെയാണെന്ന് മനസ്സിലാവുണ്ടായിരുന്നു. അപ്പൊ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ അറിയുള്ളൂ എന്നുള്ള ധാരണ ഇന്ന് ആളുകൾക്ക് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ച് മറ്റൊരു വശം, എന്നെ സംബന്ധിച്ച് നമ്മുടെ കൺസൾട്ടേഷന് പോകുമ്പോൾ ഒരേ ടോപ്പിക്ക് തന്നെ പറഞ്ഞു കൊടുക്കേണ്ട കുറെ ആവശ്യകതകളുണ്ട്. ഇപ്പോൾ സോൾട്ട് വാട്ടർ ക്യൂർ ചെയ്യുന്ന ഭാഗമായിക്കോട്ടെ, അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ട കുറെ ബേസിക് ടിപ്സ് ആയിക്കോട്ടെ. അപ്പൊ ഞാൻ ചിന്തിച്ചത്, ഇങ്ങനെ വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഒരു കൺസൾട്ടേഷൻ കഴിയുമ്പോൾ ആ ഒരു ടോപ്പിക്കിന്റെ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പകുതി വർക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഭാഗമായിട്ടാണ് ഞാൻ ശരിക്കും യൂട്യൂബിനെ കണ്ടിട്ടുള്ളത്. കാരണം ഇങ്ങനെ ഇത് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നോ, ആളുകൾക്ക് ഇത് കൺവേ ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഒരു ഉറപ്പുണ്ടായില്ല. അതായത് ആളുകളോട് സംസാരിക്കാൻ എനിക്ക് കുഴപ്പമില്ല, ഒരു ക്രൗഡിനോട് സംസാരിക്കാൻ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമില്ല, ലൈവ് ആയിട്ടുള്ള ഒരു മീറ്റ് ചെയ്യാൻ എനിക്ക് പ്രോബ്ലം ഇല്ല. പക്ഷെ ഒരു ക്യാമറ തുറന്നു വെച്ച് സംസാരിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയൊരു കാര്യമാണ്. അതായത് ഞാനത് മനസ്സിലാക്കാറുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമ്മൾ സംസാരിക്കും. കാരണം പബ്ലിക്കിൽ പറ്റില്ലല്ലോ, ഭ്രാന്താന്ന് വരിക്കും. ഇതിപ്പോ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ കാറിന്റെ അകത്തല്ലേ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്തൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും, ഒറ്റയ്ക്ക് എന്തെങ്കിലും ടോപ്പിക്കൊക്കെ സംസാരിക്കും, വളരെ ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യും. അപ്പൊ ഞാൻ ചിന്തിക്കും, ഇതൊന്നും വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഭയങ്കര നല്ലതാണല്ലോ. പക്ഷെ നമ്മുടെ മുമ്പിൽ ക്യാമറ ഓൺ ആയി കഴിയുമ്പോൾ അതിന്റെ നേരെ ഉൾട്ടായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക, വളരെ മെക്കാനിക്കലായിട്ട്. പക്ഷെ എന്റെ വീഡിയോസ് ഒക്കെ പഴയത് പോയി കണ്ട് എനിക്ക് തന്നെ കാണുമ്പോൾ ചിരി വരാറുണ്ട്. നമ്മളിങ്ങനെ വളരെ ഒരു റോബോട്ടിക് ആയിട്ടിരുന്ന് വേഗം പറഞ്ഞു തീർക്കാനുള്ള ഒരു ത്വരയോട് കൂടിയിട്ട് ആ ടോപ്പിക്ക് വേഗം ഇങ്ങനെ പറഞ്ഞു തീർക്കുന്ന രീതി ഒട്ടും നോർമൽ അല്ല, ഒരു വളരെ റോബോട്ടിക് സ്റ്റൈലിൽ പ്രസന്റ് ചെയ്തൊരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് തുടങ്ങിയതിന്റെ കാര്യം പറയാണ്. അപ്പൊ ഇങ്ങനെ വീഡിയോസ് ചെയ്തു തുടങ്ങിയപ്പോഴാണ് നമ്മളിതിനകത്ത് ആളുകൾ സബ്സ്ക്രൈബ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ആദ്യമൊക്കെ വിചാരിച്ച ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലത്, കാരണം അന്ന് ഈ ചാനൽ മോണിറ്റൈസ്ഡ് ആവും എന്നൊക്കെ പറയണം. പക്ഷെ ഒരിക്കലും ചാനലിൽ കൂടെ കുറെ പണം ഉണ്ടാക്കണം എന്നുള്ള ധാരണ എനിക്ക് ഉണ്ടായിട്ടില്ല, അതൊന്നുമില്ല. അപ്പോൾ സബ്സ്ക്രൈബേഴ്സിന് എണ്ണം കയറി വരുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വം കൂടുന്നുണ്ട്. കാരണം ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ആ ചാനലിൽ നിന്ന് അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് കൂടുതലായിട്ട് എന്തെങ്കിലും പ്രതീക്ഷിക്കുമ്പോഴാണ്. നമ്മൾ എത്രയോ വീഡിയോസ് കാണാറുണ്ട്, നമ്മളത് കൂടി വന്നൊന്ന് ലൈക്ക് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യായിരിക്കും. പക്ഷെ ഒരിക്കലും അത് സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ വിരളമായിട്ടുള്ള ചാനലുകളാണ്. നമ്മൾ കൂടുതൽ അതിനോടനുബന്ധിക്കുന്ന എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാറുള്ളത്. അപ്പൊ അങ്ങനെ ഇതിങ്ങനെ സബ്സ്ക്രിപ്ഷൻസ് കേടുമ്പോൾ നമ്മളിങ്ങനെ ഉള്ളിൽ ആഗ്രഹിച്ചു, ഒരു 3000 സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ നല്ലായിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനും എന്റെ വീഡിയോ ചെയ്യുന്നത് നെസ്ദുലാണ്, എന്റെ കൂട്ടുകാരൻ. മുന്നൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നെസ്ദുലിനോട് പറയണ്ടായിരുന്നു, ഒരു 5000 സബ്സ്ക്രൈബർ ഒക്കെ ഉണ്ടെങ്കിൽ കൊള്ളാല്ലേ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ പോവാണെങ്കിൽ നമുക്കൊരു ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കും 5000 എത്തുമായിരിക്കും എന്ന് പറഞ്ഞു. കറക്റ്റ് ഏപ്രിൽ ആയപ്പോൾ തന്നെ 5000 സബ്സ്ക്രൈബറിലേക്ക് എത്തണ്ടായി. വലിയ സന്തോഷം. കാരണം ഇത് നമ്മുടെ ചാനൽ കാണുന്ന, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന, വീഡിയോസ് തുടർച്ചയായിട്ട് കാണുന്ന, വീഡിയോസ് വൈകിയാൽ എന്തേ വീഡിയോസ് വരാത്തെ എന്ന് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കുന്ന, ഓരോ വീഡിയോസിനും ലൈക്ക് ചെയ്യുന്ന, ഷെയർ ചെയ്യുന്ന, കമന്റ് ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സന്തോഷവും നന്ദിയും ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. വലിയ സന്തോഷം. കാരണം കൂടുതൽ ആളുകളിലേക്ക് എത്തും തോറും നമുക്ക് കൂടുതൽ ടോപ്പിക്കുകൾ ചെയ്യാനായിട്ടും നല്ലത് ഷെയർ ചെയ്യാനായിട്ടും നമുക്ക് കൂടുതൽ ആ ഒരു പ്രചോദനമാകുന്നുണ്ട്. ഇനിയും വരുന്ന വീഡിയോകൾ നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. ഇവിടെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പ്രസന്റ് ചെയ്യാൻ അറിയുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾ വിദഗ്ധരാണെങ്കിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ നല്ലപോലെ ഉപയോഗിക്കേണ്ടത് നിർബന്ധമാണെന്ന് തന്നെ പറയാം ബേസിക്കലി. പക്ഷെ അതിനകത്ത് പലപ്പോഴും നമ്മളെ മടി പിടിപ്പിക്കുന്ന ഒരു കാര്യം, ഇങ്ങനെ ചാനലിലേക്ക് പ്രസന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ക്യാമറയിലേക്ക് പ്രസന്റ് ചെയ്യാനുള്ള ഒരു മടിയായിരിക്കാം. നമ്മൾ അതിനെ ഓവർകം ചെയ്തേ പറ്റൂ. അത് ആദ്യം നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും, ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷെ നമ്മൾ ടോയ്ലറ്റിൽ നല്ല പോലെ പാട്ട് പാടുന്ന ആൾക്കാരുണ്ടല്ലോ, ബാത്റൂം സിംഗേഴ്സ്, അവരോടൊക്കെ ഒരു മൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും.
ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നല്ലപോലെ ഒരു ടോപ്പിക് പ്രസന്റ് ചെയ്യാൻ പറ്റും, പക്ഷെ ക്രൗഡിന് മുമ്പിലേക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. ഇതിനെ നമ്മൾ മനഃപൂർവ്വം ചെയ്ത് ഓവർകം ചെയ്ത് തന്നെ പറ്റുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റുന്ന ആളുകളാണെങ്കിൽ ഒരു ടോപ്പിക്ക് സംസാരിക്കാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി 4 ആളുകളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഒട്ടും നിരാശപ്പെടേണ്ട. എല്ലാ വീഡിയോസും ചിലപ്പോൾ കുറെ ആളുകൾ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം നമ്മൾ വലിയ പ്രതീക്ഷയിൽ ചെയ്യുന്ന ചില വീഡിയോസ് അധികം ആളുകളിലേക്ക് പോകാറില്ല. ചില വീഡിയോസ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം പോകും. ഇപ്പൊ നമ്മുടെ വീഡിയോക്ക് 50,000 മേലെ വ്യൂവേഴ്സ് ഒക്കെ പോയിട്ടുണ്ട്. അതൊക്കെ വലിയ സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ഭയങ്കര പ്രതീക്ഷയിൽ ചെയ്യുന്ന ചില വീഡിയോസ് അധികം പേരിലേക്ക് പോകാറില്ല. അത് കോമൺ ആണ്. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളുകളായിരിക്കില്ല ഈ വീഡിയോ ഷെയർ ചെയ്യണതും അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണതും. തീർച്ചയായിട്ടും നമ്മുടെ കണ്ടന്റ്സ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ തന്നെ പബ്ലിക്കിൽ വരുന്നുണ്ടായിരിക്കും. അവർ നമ്മുടെ ചാനലുകൾ കാണും, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ അത് നമ്മളത് അനുഭവിച്ച് തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പങ്കുവയ്ക്കാനുള്ള എൻ്റെ സന്തോഷമാണ്. ഇത്രയും നമ്മുടെ ചാനലിനെ ഗ്രോ ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. തുടർച്ചയായിട്ട് നമ്മുടെ ചാനൽ കാണുക, വീഡിയോസ് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. എല്ലാവർക്കും നന്മ ഇറങ്ങേണ്ടി വരുത്തുന്നു. താങ്ക് യു.